ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി നല്ലൊരു കിടിലൻ ഷവർമയാണ്. വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ട് കടയിൽ കിട്ടുന്നത് പോലത്തെ ഒരു ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അതാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ മാവ് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ മാവ് കുഴച്ച് വെച്ചു. പിന്നീട് ഞാൻ മയോണൈസിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ മാവ് കുഴയ്ക്കുന്നതിൽ എന്തൊക്കെ ഐറ്റംസാണ് ചേർത്തി കൊടുത്തതെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ല, ജസ്റ്റ് പാകത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാര, 1 ടീസ്പൂണോളം, 1 കിലോ മാവൊക്കെ ആണെങ്കിൽ കുറച്ച് മാത്രം ചേർത്തിയാൽ മതി. കുറച്ച് പഞ്ചസാര, പിന്നീട് ഈസ്റ്റ് ഒന്ന് കുതിർത്തൊക്കെ വെച്ചിട്ട് നമ്മൾ പൊന്തി വരുമ്പോൾ അതും, പിന്നെ കുറച്ച് പാലും അതും ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വേറെ അതിലൊന്നും ചേർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മാവ് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഈസ്റ്റ് ചേർത്തി കൊടുക്കുക. പിന്നീട് ഞാൻ ചിക്കനിലോട്ട് നേരെ പോവുകയാണ്. അപ്പോൾ ചിക്കൻ വന്നിട്ട് തൈര് തെറിച്ചു പോയി. അത് സാരമില്ല. അപ്പോൾ നമ്മൾ തൈര് നിങ്ങൾ എത്രത്തോളം ചിക്കനാണോ എടുക്കുന്നത് നല്ല കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. അതിലോട്ട് തൈര് ചേർത്തി കൊടുക്കുക. പിന്നീട് ഞാൻ ഇവിടെ ചേർത്തി കൊടുത്തിട്ടുള്ളത് സ്വന്തം കുരുമുളക് പൊടി. ആ കുരുമുളക് ചേർത്തി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല പൊടി, ആവശ്യമുണ്ട് ചിങ്ങൽ മാത്രം ചിക്കൻ പൊടിയൊക്കെ ചേർത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മസാല ചിക്കനിലോട്ട് ചേർത്തി കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആവുമ്പോൾ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് കാരണമാണ് ഞാൻ സ്റ്റെപ്പ് ബൈക്ക് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരുന്നത്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചേർത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കൈയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം മറന്നുപോയി, ചേർത്താനല്ല പറയാൻ വിട്ടുപോയി. സ്പീഡായിട്ട് പറഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതാണ് ചേർത്തി കൊടുക്കേണ്ടത്. ഇറച്ചിയിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇല്ലാണ്ട് എന്ത് ഇറച്ചിയില്ലേ. അപ്പോൾ അത് ചേർത്തി കൊടുക്കുക. എന്നതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കിനും നമ്മളുടെ ഉരുളക്കിഴങ്ങും എല്ലാം അവിടെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫസ്റ്റ് ഇത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയാതിരിക്കാം കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ തോലിങ്ങനെ പീൽ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ പോരുമല്ലോ. എന്നതിന് ശേഷം അത് വന്നിട്ട് നന്നായിട്ട് ചെറുതാക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട, വേവിച്ചതായ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പീൽ ചെയ്തിട്ട് ചേർത്തി കൊടുക്കുകയാണ്. പിന്നീട് ഇതിൽ ചേർത്തി കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്തി കൊടുക്കുക കേട്ടോ. അതിൻ്റെ കുത്തലെടുക്കാണ്ട് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്തി കൊടുക്കാം. പിന്നീട് കുരുമുളക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. കുരുമുളക് റോ ആയിട്ട് നിങ്ങൾക്ക് ചേർത്തി കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചതും ചേർത്തി കൊടുക്കുക. എനിക്ക് കൂടുതലും പൊടിച്ചത് ചേർത്തി കൊടുക്കാനാണ് താല്പര്യം. മറ്റേ ചേർത്തി കൊടുക്കുമ്പോൾ ചിലപ്പോൾ കൂടിയെന്ന് വരും, അപ്പം അത് കാരണമാണ്. പിന്നീട് കുറച്ച് ഉപ്പ്. പിന്നീട് നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്തി കൊടുക്കുക. പാലില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്തി കൊടുക്കുക. പാൽപ്പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ, വലിയ ടീസ്പൂണല്ല, ചെറിയൊരു ടീസ്പൂണിന് 1 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ, അതുപോലെ തന്നെ വെള്ളം, ഇതൊക്കെ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ മയോണീസ്, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് മയോണീസ് റെഡിയായി. വെജ് മയോണീസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മറ്റേതാകുമ്പോൾ ഒരുപാട് മുട്ടയും ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് കാരണം ഇതാണ് ഇഷ്ടം.
കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഇത് കറക്റ്റാണ്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എപ്പോഴും ഉണ്ടാക്കാറ്. കറക്റ്റ് മയോണൈസിൻ്റെ ആ ഒരു ഇതാണ്. പിന്നെ ഇരിക്കും തോറും അത് കുറച്ച് ഉരുളക്കിഴങ്ങായ കാരണം ഒന്ന് കട്ടിയായിട്ട് വരാനുള്ള ചാൻസും ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ക്യാരറ്റ് ആകെ ആ ഷവർമയുടെ കൂട്ടിലേക്ക് ക്യാരറ്റും സവാളയും മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും ചെയ്യും. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം മാത്രമേ ചേർക്കണുള്ളൂ മസാലയ്ക്ക് വേണ്ടിയിട്ട്. ക്യാരറ്റ് വന്നിട്ട് നന്നായിട്ട് ചീകിയിട്ട് ചേർക്കണതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. സവാള ഇങ്ങനെ നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞത് ആണ്. അതാണ് കൂടുതൽ പെർഫെക്ഷൻ ഇതിനായിട്ട്. ഇനി നമ്മൾ ഇറച്ചി പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഒരുപാട് ഡീപ്പായിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുറുക്കിയിട്ട് ഫ്രൈ ചെയ്യരുത്. അതിൻ്റെയൊക്കെ ഒരു ഇടയിൽ ഇടത്തരം ചിക്കൻ വെന്തിട്ടുമുണ്ട് എന്നാൽ അധികം അങ്ങോട്ട് ഹാർഡായിട്ടോ ഇല്ല എന്നുള്ള ഒരു രീതിയിൽ വേണം ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയിൽ നന്നായിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് പൊരിച്ചെടുത്താണ് കേട്ടോ. ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ഹാർഡ് അല്ലാത്ത നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മാവിലോട്ട് പോവാം. അപ്പോൾ മാവ് നന്നായിട്ട് പൊന്തിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ചിക്കൻ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതാവുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും നമ്മൾ കഴിക്കുന്ന സമയത്ത് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചിക്കൻ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാല നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് എല്ലാറ്റിൽക്കും കൂടുതൽ കൺസിസ്റ്റൻസി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ആ ചിക്കൻ്റെ ഒരു പോർഷൻ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ മാവിനെ എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. നമ്മൾ മാവിൽ ഈസ്റ്റ് ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ കുബ്ബൂസിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഈസ്റ്റ് ചേർത്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ് നമ്മൾ ആ കടയിൽ നിന്നൊക്കെ മേടിക്കണം. ആ കറക്റ്റ് ആ ഒരു ലെവലിൽ നന്നായിട്ട് പൊന്തിയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം മാവൊക്കെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത്യാവശ്യം ഇത്തിരി ചപ്പാത്തിയുടെ ആ ഒരു ബോൾ തന്നെ ആ ഒരു ബോളാക്കി എടുത്തിട്ട് നല്ലൊരു അത്യാവശ്യം ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം കുബ്ബൂസൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് അത്യാവശ്യം അതൊരു അധികം അങ്ങോട്ട് നൈസായിട്ടുള്ള ഒരു പത്തിരി പോലെയൊന്നുമല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ സാധാരണ നമ്മളുടെ മൈദമാവിൻ്റെ ആ ഒരു പൊടിയിൽ തന്നെയാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുബ്ബൂസിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് വേണം കേട്ടോ. ഇനി നമ്മളിത് നന്നായി ചൂടായ തവയിലോട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. എന്നതിന് ശേഷം ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് തീയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങോട്ട് പൊന്തി വരും. നോക്കിക്കോട്ടോ, ഫസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് കറക്റ്റായിട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അറിയാം, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ മുറിച്ച് നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഇങ്ങനെ പൊന്തി വന്നതിൻ്റെയൊക്കെ ഒരു ഇത് നമുക്ക് കറക്റ്റായിരിക്കും. അങ്ങനെ പൊന്തിയാലാണത് കറക്റ്റ് അതിൻ്റെ കുബ്ബൂസിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ക്യാരറ്റും സവാളയും ഫസ്റ്റ് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിയും ഏറ്റവും ടേസ്റ്റ് ചീകിയിട്ട് ചെയ്യുന്നതായിരിക്കും സവാള ഇതുപോലെ നീളക്കിനെ അരിയുന്നതും. അപ്പോൾ അങ്ങനെ ചെയ്യുക, മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ക്യാരറ്റും അതുപോലെ തന്നെ സവാളയും ചേർത്തി കൊടുത്തു ഒരു ബൗളിലോട്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നീട് ഞാൻ ഇതിലോട്ട് മയോണീസാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണീസില്ലേ, അതാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മയോണീസ് ചേർത്തി കൊടുക്കുമ്പോൾ പാൽപ്പൊടിയൊക്കെ നിങ്ങൾ ചേർക്കുകയാണെന്ന് വെച്ചെങ്കിൽ എത്ര അതിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം. നല്ല മധുരമുണ്ട് പാൽപ്പൊടി, ഓരോരോ പാൽപ്പൊടി വന്നിട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റും ഇതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ചിലതിൽ നല്ല മധുരമായിരിക്കും, ചില പാൽപ്പൊടിയിൽ അത്ര മധുരം ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കണം പാൽപ്പൊടി ചേർത്തി കൊടുക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ. അങ്ങനെ നല്ല മധുരമാണെന്നുണ്ടെച്ചെങ്കിൽ ഒരു പൊട്ട് അല്ലാന്നുണ്ടെച്ചെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്തണ്ട. അങ്ങനെ ചേർത്തി കൊടുക്കുക. എന്നതിന് ശേഷം ഇപ്പോൾ ഇതാ ഞാൻ മസാല തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നിങ്ങൾക്ക് മയോണീസ് ഇതിൽ കുബൂസിൽ വേണമെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ഈ മസാല ഇതാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇല്ല മസാലയിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്തായാലും മസാലയിൽ മയോണീസ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് അരികിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കുബൂസാണിത്. കുബൂസിലോട്ട് ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. എല്ലാവരും വീട്ടിൽ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ശരിക്കും ആ പെർഫെക്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു കുബൂസിൻ്റെയും ആ ഒരു മസാലയുടെയും കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്കിതിൽ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷവർമ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചാൽ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹോം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.